ഇതിൽ ഞാനിത് ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിന് ശേഷം ഇതിലോട്ട് ചക്ക ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം വെച്ച് അതിൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതൊന്ന് പാവ് കാച്ചി എടുക്കണം. എടുത്ത് വച്ചിരിക്കുന്ന ശർക്കര പാവിൽ ഒന്ന് ഏലക്ക ഒന്ന് തട്ടി കൊടുക്കാം. അതിന് പുറമെ അരിമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലോട്ട് ചക്ക കൂടെ ചേർത്ത് കൊടുക്കണം. ചക്കയും തേങ്ങയും കൂടെ ഇട്ട് മിക്സാക്കി ഒന്ന് ഇളക്കി എടുത്ത് വച്ചിരിക്കണം. ഇനി അതിലൊന്ന് ചേർത്ത് ഇനി ഇതൊന്ന് മിക്സാക്കി നല്ലവണ്ണം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇതിൽ നിറച്ച് നമ്മൾ ചക്കയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ഇതൊന്ന് തയ്യാറാക്കി എടുക്കണം. പിന്നെ അടുപ്പിൽ വെച്ചൊന്ന് ഇതിനൊന്ന് തയ്യാറാക്കി എടുക്കാൻ പോകും. ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമ്മളെ ചക്കയപ്പം ഒന്ന് റെഡിയായെന്ന് തോന്നുന്നു. ഇന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം. ചൂടാണ്. തണുത്തില്ല. വേണ്ട, നല്ല മണം എടുക്കുകയാണ്. ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.